അപ്പൊ നമ്മളെ വാക്കുകൾ എപ്പോഴും അത് സത്യമായ വാക്കുകളാവണം. സത്യം നമ്മൾ പറയാൻ പാടുള്ളൂ. ഏതെങ്കിലും നിലക്കുള്ളതായ ജനങ്ങൾ മുന്നിൽ നിന്ന് കഴിച്ചിലാവാനോ അല്ലെങ്കിൽ അവരെ സംതൃപ്തരാക്കാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റു വല്ല കാര്യങ്ങൾ അവരിൽ നിന്ന് ലഭിക്കപ്പെടാനോ ഗതിവിനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. സത്യത്തിന്റെ മേൽ മാത്രം നിന്ന് പോരണം. അവന്റെ എല്ലാ വാക്കുകളിലും അവൻ സത്യത്തിൽ അവൻ എപ്പോഴും അവൻ അതിന്മേൽ നിന്നുകൊണ്ടേ നിൽക്കണം. അപ്പൊ നമ്മളൊക്കെ പല ജാതി പ്രവർത്തനങ്ങൾക്കും ദീനി രംഗത്ത് നമ്മൾ ഇടപെടുമ്പോൾ അത് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി അസത്യം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. മറ്റുള്ള ആളുകളിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള പ്രശംസ നമുക്ക് ലഭിക്കപ്പെടട്ടെ എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും താല്പര്യങ്ങൾ ലഭിക്കപ്പെടാൻ വേണ്ടിയോ ആ ഉദ്ദേശം ഒന്നും ഇല്ലാത്ത നിലക്കുള്ള പ്രവർത്തനങ്ങളാവണം നമ്മളെ പ്രവർത്തനം. ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതന്റെ പ്രവർത്തനം ആ നിലക്കുള്ളതായ ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനമാവണം. നമ്മളെ മുൻഗാമികളായ മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു.